ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഡാഫോഡിൽ എന്ന സസ്യത്തെ പറ്റിയാണ്. ഡാഫോഡിൽ ഒരു മനോഹരമായ പൂച്ചെടിയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം നാർസിസസ് എന്നാണ്. സാധാരണയായി വസന്തകാലത്താണ് ഡാഫോഡിൽ പൂക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ വെള്ള, ഓറഞ്ച് നിറങ്ങളിലുമുള്ള ഇനങ്ങളുമുണ്ട്. ഡാഫോഡിൽ പൂവിന് നടുവിൽ കപ്പ പോലുള്ള ഭാഗവും 6 ഇതളുകളും കാണാം. ഈ പൂവ് സന്തോഷം, പുതിയ തുടക്കം, പ്രതീക്ഷ തുടങ്ങിയ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നതായി പല സംസ്കാരങ്ങളിലും വിശ്വസിക്കുന്നു. തോട്ടങ്ങളിലും പാർക്കുകളിലും അലങ്കാരത്തിനായി ഡാഫോഡിൽ വ്യാപകമായി വളർത്തുന്നു. ഡാഫോഡിൽ ചെടി ബൾബിൽ നിന്നാണ് വളരുന്നത്. മണ്ണിനടിയിൽ ഉള്ള ഈ ബൾബിൽ ചെടിയുടെ ഭക്ഷണ സംഗ്രഹം ഉണ്ടാകും. മഴയും തണുപ്പും ലഭിക്കുമ്പോൾ ബൾബിൽ നിന്ന് മുളകൾ പുറപ്പെടും. ഇലകൾ വളർന്ന് ചെടി ശക്തമാകുന്നു. വസന്തകാലത്ത് മനോഹരമായ പൂക്കൾ വിരിയും. കീടങ്ങൾ, തേനീച്ച മുതലായവ പരാഗണം നടത്തുന്നു. പരാഗണത്തിന് ശേഷം വിത്തുകൾ രൂപപ്പെടും. പൂവും ഇലകളും വാടുമ്പോൾ ബൾബ് മണ്ണിനടിയിൽ വിശ്രാമാവസ്ഥയിൽ തുടരുന്നു. ആരോഗ്യമുള്ള, പുഴുക്കില്ലാത്ത ഡാഫോഡിൽ ബൾബുകൾ തിരഞ്ഞെടുക്കണം. വെള്ളം കെട്ടി നിൽക്കാത്ത ലഘുവായ മണ്ണ് ഉപയോഗിക്കുക. കമ്പോസ്റ്റ് ചേർത്ത മണ്ണ് നല്ലതാണ്. ബൾബ് 10-15 സെൻറ്റിമീറ്റർ ആഴത്തിൽ മണ്ണിൽ നടണം. മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് ആയിരിക്കണം. നടൽ കഴിഞ്ഞ് മിതമായ തോതിൽ വെള്ളം നൽകുക. അമിതജലം ഒഴിവാക്കണം. പകുതി മുതൽ പൂർണ്ണ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് അനുയോജ്യം. ഇടയ്ക്ക് മണ്ണ് ഇളക്കുക. ഉണങ്ങിയ ഇലകൾ മാറ്റിക്കളയാം. ശരിയായ പരിപാലനത്തിൽ വസന്തകാലത്ത് മനോഹരമായ പൂക്കൾ വിരിയും. ഡാഫോഡിൽ ചെടി വസന്തകാലത്താണ് പൂക്കൾ വിരിയുന്നത്. സാധാരണയായി മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് കൂടുതലായി കാണപ്പെടുന്നത്. വെള്ള, ക്രീം, ഓറഞ്ച് നിറങ്ങളിലുള്ള ഇനങ്ങളുമുണ്ട്. പൂവിൻ്റെ നടുവിൽ കപ്പ് പോലെ ഉള്ള ഭാഗം ചുറ്റും 6 ഇതളുകളും കാണാം. പൂക്കൾക്ക് മൃദുവായ സുഗന്ധം ഉണ്ടാകും. ഓരോ തണ്ടിലും സാധാരണയായി ഒരു പൂവ് വിരിയുന്നു. ഡാഫോഡിൽ പൂക്കൾ സന്തോഷം, പുതിയ തുടക്കം, പ്രതീക്ഷ എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.